ഹായ് ഹലോ വെൽക്കം ടു കെയർ ലെസൺസ്. സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണാം. ഈ ഒബ്ജക്റ്റ് എങ്ങനെ 3Dയിൽ സോളിഡ് വർക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ആദ്യമായിട്ട് ഫയലിൽ ന്യൂ പാർട്ട് ഫയൽ അങ്ങനെ ഓപ്പൺ ചെയ്യുക. യൂണിറ്റ് MMGS ആയിട്ട് സെറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് ടോപ്പ് പ്ലെയിൻ ആണ്. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. സെൻറ്റർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒറിജിൻ ബേസ് ചെയ്തിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഡയമെൻഷൻസ് 96 അതുപോലെ 30 96 30 ഒരു റെക്റ്റാങ്കിൾ വരച്ചു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്കായിട്ട് 2 ലൈൻസ് വരച്ചു. ഈ ലൈൻസിനെ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഡയമെൻഷൻ ചെയ്യുന്നു. ആദ്യത്തെ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15ഉം രണ്ടാമത്തെ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12ഉമാണ്. 15 12. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആണ്. 510 എന്നുള്ളൊരു വാല്യൂവിൽ സർക്കിൾ വരച്ചു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിളിന് അക്രോസ് ആയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സെൻറ്റർ ലൈൻ വരച്ചു. ആദ്യം വരച്ച സർക്കിളിനെ മിറർ എൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ട് മിറർ ചെയ്തു. മിറർ എബോട്ടായിട്ട് നമ്മൾ വരച്ച സെൻറ്റർ ലൈനാണ് കാണിക്കേണ്ടത്. മിറർ ചെയ്തു. ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്തു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് എന്നുള്ള ടൂള് ഉപയോഗിക്കുന്നു. 12 mm ഹൈറ്റിൽ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇപ്പോൾ വരച്ച ഷേപ്പിന്റെ പുറകിലുള്ള ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് ക്ലിക്ക് ചെയ്യുന്നു. നോർമലായിട്ട് വെക്കുന്നു. ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു സെൻറ്റർ ലൈൻ ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു. ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 ആണ്. 66 ഹൈറ്റിൽ ഒരു ലൈൻ വരച്ചു, സെൻറ്റർ ലൈൻ വരച്ചു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ച് ഈ ലൈനിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് 15 ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു. കോർണർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കുലറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 20 ആൻഡ് 12 ആണ്. 12ഉം 20ഉം. ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്ത് മിറർ എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ച് മിറർ എബോട്ടായിട്ട് നമ്മൾ വരച്ച 66 ഹൈറ്റുള്ള ലൈൻ സെലക്ട് ചെയ്ത് മിറർ ചെയ്തു. അതിനുശേഷം സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ 2 റെക്റ്റാങ്കിളിനെയും 20 mm മുൻപോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഡയറക്ഷൻ മുൻപോട്ടായിരിക്കണം. രണ്ടാമത്തെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നേരത്തെ വരച്ച അതേ ഫേസ് സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ ബാക്ക് ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നോർമൽ ആയിട്ട് വെക്കുന്നു. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മുകളിലെ എഡ്ജ് അതുപോലെ മുകളിലുള്ള എഡ്ജസ് ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും ലൈൻ ടൂൾ ഉപയോഗിച്ച് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ട്രിം ടൂൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്തു. പെരിമീറ്റർ സർക്കിൾ ഉപയോഗിച്ച് ഈ 2 പോയിന്റ്സിലൂടെയും ഒരു പെരിമീറ്റർ സർക്കിൾ വരയ്ക്കുന്നു. ട്രിം ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ബാക്കി പോർഷൻ കട്ട് ചെയ്യുന്നു. അതിനുശേഷം സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ആർക്കിനെ ഡയമെൻഷൻ ചെയ്യുന്നു. 66 റേഡിയസിൽ ഡയമെൻഷൻ ചെയ്യുന്നു. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് സെലക്ട് ചെയ്ത് ഡയറക്ഷൻ മുൻപോട്ടേക്കാക്കി എക്സ്ട്രൂഡ് ചെയ്യുന്നു.
എക്സ്ട്രൂഡ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 6 mm ആണ്. എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഓക്കെ ആണ്. അതിനുശേഷം ഇതിനെ നമ്മൾ മിറർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മിറർ ടൂൾ സെലക്ട് ചെയ്തു, ട്രീ ഓപ്പൺ ചെയ്തു, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, ഫ്രണ്ട് പ്ലെയിൻ ആണ്. അതിനുശേഷം ബോസ് എക്സ്ട്രൂഡ് 3 സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ഷേപ്പ് മിറർ ആയിട്ടുണ്ട്. അവസാനം വരച്ച സ്കെച്ചിൻ്റെ സൈഡ് ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു, നോർമലിലേക്ക് വെക്കുന്നു. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന എഡ്ജസ് സെലക്ട് ചെയ്ത് പുതിയ സ്കെച്ചിലേക്ക് കൊണ്ടുവരുന്നു. പെരിമീറ്റർ സർക്കിൾ ഉപയോഗിച്ച് മുകളിലെ ഈ പോയിന്റും താഴത്തെ ഈ പോയിന്റും സെലക്ട് ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് സർക്കിളിൻ്റെ ഔട്ടർ പോർഷൻ കട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ആർക്കിനെ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് 66 mm റേഡിയസിൽ ഡയമെൻഷൻ ചെയ്യുന്നു. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു, ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഡയറക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം 7 mm എക്സ്ട്രൂഡ് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. ഇനി അവസാനമായിട്ട് ചെയ്ത ബോസ് എക്സ്ട്രൂഡിനെ മിറർ ചെയ്യാണ്. മിറർ ഫേസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പ്ലെയിൻ ആണ്. അതുപോലെ ഫീച്ചേഴ്സ് ടു മിറർ എന്നുള്ളതിൽ അവസാനത്തെ ബോസ് എക്സ്ട്രൂഡ് 4 സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ആദ്യം വരച്ച ഒബ്ജക്റ്റിന്റെ ബാക്ക് ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോയിങ്ങിനെ നോർമലിൽ വെക്കുന്നു. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ എഡ്ജസ് ഒക്കെ സെലക്ട് ചെയ്ത് പുതിയ സ്കെച്ചിലേക്ക് കൊണ്ടുവരുന്നു. ലൈൻസ് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും. സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് താഴെ നിന്ന് മുകളിലേക്ക് 15, അതുപോലെ 29 ഈ രണ്ട് വാല്യൂസിൽ ഓരോ ലൈൻസ് വരയ്ക്കുന്നു. നോർമൽ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് താഴെ 15 മാർക്ക് ചെയ്ത പോയിന്റിൽ 15 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. അതുപോലെ മുകളിൽ 29 മാർക്ക് ചെയ്ത പോയിന്റിൽ 30 ഡയമീറ്ററിൽ മറ്റൊരു സർക്കിൾ വരച്ചു. ട്രിം ടൂൾ ഉപയോഗിച്ച് മുകളിൽ വരച്ച സർക്കിളിന്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നു. അതുപോലെ ലൈൻസിന്റെ അധികമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തു. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു, ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ ഉപയോഗിച്ച് വരച്ച സ്കെച്ചിനെ മുൻപോട്ടേക്ക് ഡയറക്ഷൻ മാറ്റി എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ടിക്ക് ചെയ്യുന്നു. അവസാനമായിട്ട് നമ്മൾ ആദ്യം വരച്ച രണ്ടാമത്തെ സ്കെച്ചിന്റെ സൈഡ് ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് ചെയ്യുന്നു. നോർമലിൽ വെച്ചു. സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് ഒരു ഡയഗണൽ വരച്ചു ആദ്യമായിട്ട്. ഈ ഡയഗണലിലെ സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 mm ആണ്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു, ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ആ വരച്ച സ്കെച്ചിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. 54 mm ലെങ്തിൽ എക്സ്ട്രൂഡ് ചെയ്ത് കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു.